ഗായ്സ് ഓക്കെ ഇവിടെ ഇപ്പം എന്തായാലും ഇല്ല. ഞാൻ എന്തായാലും ഇവിടെ ഇപ്പം എന്തായാലും ബോറടിച്ച് കളൊക്കെ എന്തായാലും നിൽക്കുകയാണ് കേട്ടാ. നമുക്കെന്തായാലും പ്രത്യേകിച്ച് വേറെ പണിയോ കാര്യങ്ങളൊന്നും തന്നെ എന്തായാലും ഇല്ല കേട്ടാ. നമ്മുടെ വീട്ടിലാരും തന്നെ എന്തായാലും ഇല്ല കേട്ടാ. ഓക്കെ ഗൈസ്, നമ്മുടെ ടോമിയുടെ ചേട്ടനല്ലേ, ടോമിയുടെ ചേട്ടൻ. ഓക്കെ അതേത് ഗൈസ് നമ്മുടെ ഈ ഒരു ക്യാരക്ടറല്ലേ, ഈ ഒരു ക്യാരക്ടർ. ഓക്കെ നമ്മുടെ ഈ ഒരു ടോമിയുടെ ചേട്ടനുകളൊക്കെ ആയ ജെയിംസ് ഇല്ലേ, ഓക്കെ ജെയിംസ് ചേട്ടനുകളൊക്കെ എന്തായാലും വേറൊരു സ്ഥലം വരെ എന്തായാലും പോയേക്കാണ് കേട്ടാ. അതുകൊണ്ട് എന്തായാലും നമ്മളെന്തായാലും ഒറ്റയ്ക്കാണ് ഗൈസ് വീട്ടിലെന്ന് വെച്ചാൽ. ഓക്കെ എന്തോ ഗൈസ് ഭയങ്കര ബോറടി ഗൈസ്. ഓക്കെ ജെയിംസ് ചേട്ടനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ കൊള്ളായിരുന്നു ഗൈസ്. ഓക്കെ നമ്മളിവിടെ ഇവിടെ അപ്പോൾ ബോറടിച്ച് എന്തായാലും നിൽക്കുകയാണ് കേട്ടാ. ഇന്നിപ്പോൾ എന്ത് ചെയ്യുമെന്നത് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഓക്കെ ഇന്നൊരു കിഡിലും വണ്ടി ഇറക്കാനായിട്ടാണ് എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ. ഓക്കെ അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് എന്തായാലും പറഞ്ഞുതരാം കേട്ടാ. പക്ഷേ ജെയിംസ് ചേട്ടനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നൈസായിരുന്നു ഗൈസ്. ഓക്കെ നമുക്ക് എന്തായാലും ഇല്ല, അതിന് മുമ്പേ ഡ്രസ്സ് കണക്ക് എന്തായാലും ഒന്ന് മാറി എന്തായാലും ഇറങ്ങാം. ഓക്കെ എവിടെ ഇപ്പോൾ എന്തായാലും ഫുള്ളായിട്ട് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തിട്ട് എന്തായാലും ഉണ്ട് കേട്ടാ. നമ്മളെന്തായാലും ഈ ബ്ലാക്ക് കളർ ഷർട്ടുകളൊക്കെ എന്തായാലും എടുത്തെന്തായാലും ഇട്ടിട്ടുണ്ട് കേട്ടാ. ഇന്ന് പിന്നെ പ്രത്യേകിച്ച് വേറെ പണിയൊന്നും തന്നെ എന്തായാലും ഇല്ല കേട്ടാ. ഇന്നൊരു പുതിയൊരു കിടിലെ വണ്ടി എടുക്കാൻ എനിക്ക് ചെറിയൊരു പ്ലാൻ ഉണ്ട്. ഓക്കെ അതിനു മുമ്പായിട്ടില്ല, നമ്മുടെ കയ്യിൽ എന്തായാലും ഒരു പുതിയൊരു വേറൊരു വണ്ടികളൊക്കെ എന്തായാലും ഉണ്ട് കേട്ടാ. ആ ഒരു വണ്ടി ഗായ്സ് അതിവിടെ പോയി ഗായ്സ്. ഞാൻ എന്തായാലും ഇന്നലെ എന്തായാലും ഒരു പുതിയൊരു വണ്ടി നമുക്ക് മേടിച്ചിട്ടാണ് ഇതിൻ്റെ അകത്ത്. ഇപ്പതാ കാറ് കാണാനില്ല. ചേട്ടാ അതിവിടെ പോയി, ആർക്കറിയാം ഗൈസ്. ഓക്കെ നമ്മളാണെങ്കിൽ ഇന്നലെ എന്തായാലും ഒരു ബൊലേറോങ്ങളൊക്കെ എന്തായാലും വാങ്ങിച്ചിട്ടിരുന്ന കേട്ടാ. ഒരു പുതിയൊരു ബൊലേറോ ഒക്കെ മോഡിഫൈ ചെയ്ത് സെറ്റാക്കി എടുക്കുക കേട്ടാ. ഇപ്പതാണ്ട് ആ വണ്ടി കാണാനില്ല. പക്ഷേ ഇതെന്ത് തേങ്ങയാണല്ലേ, നമ്മൾ പുതിയതായിട്ടൊരു ബൊലേറോ വാങ്ങിച്ചാണ് ഗൈസ്. അതിപ്പോൾ കാണാനില്ല. ഓക്കെ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ കയ്യിലാണ് ഈ കാണുന്ന താറുണ്ടല്ലോ, നമുക്ക് ഈ വണ്ടി നൈസായിട്ട് അങ്ങ് മോഡിഫൈ ചെയ്ത് എന്തായാലും ഇറക്കാം കേട്ടാ. എൻ്റെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ അത്യാവശ്യം ഈ വണ്ടി നല്ല രീതിക്ക് മോഡിഫൈ ചെയ്ത് ഇറക്കാം കേട്ടാ. ഞാൻ പിന്നെ പുതിയതായിട്ട് എന്തായാലും ഒരു ബൊലേറോകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ കാണാനില്ല ഇതൊക്കെ. അത് നമ്മുടെ കാർ ഗ്യാരേജിലുണ്ടായിരുന്നു. ഓക്കെ അതിപ്പോൾ എവിടെ പോയെന്ന് എനിക്കറിയണോ ഇതൊക്കെ. ഒരു കാര്യം ചെയ്യാം, നമുക്കെന്തായാലും ഈ ഒരു ഏതാണ് താറും കൊണ്ടെന്തായാലും നേരെ നമ്മുടെ ബെന്നിയുടെ ഗ്യാരേജിലോട്ടൊക്കെ എന്തായാലും കത്തിച്ചെന്തായാലും വിടാം. ഓക്കെ ഇവിടെ ഇപ്പം നമ്മളെന്തായാലും നേരെ എന്തായാലും ബെന്നിയുടെ ഗ്യാരേജിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടാ. അപ്പോൾ ഇതാണ് ബെന്നിയുടെ ഗ്യാരേജ് എന്ന് വെച്ചാൽ. ഓക്കെ നമുക്കപ്പോൾ നേരെ എന്തായാലും ഇതിൻ്റെ അകത്ത് എന്തായാലും കയറ്റാം ഗൈസ്. ഓക്കെ എന്നിട്ട് നമുക്ക് എന്തായാലും ഈ ഒരു വണ്ടി മൊത്തത്തിലൊന്ന് പണിഞ്ഞിറക്കാം കേട്ടാ. പക്ഷെ എന്നാലും ആ ഒരു ബൊലേറോ എവിടെ പോയാൽ എന്താ ഗൈസ്. ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കില്ല ഈ വണ്ടി ഒരു ഗോൾഡൻ കളർ പോലെ ആക്കിയാലേ, എന്നിട്ട് അങ്ങ് വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ട് വിൽക്കാം ഗൈസ്. ഓക്കെ അപ്പോൾ നല്ല പൈസ കിട്ടും ഗൈസ്. ഓക്കെ നമ്മളെന്തായാലും ഈ ഒരു വണ്ടിയിൽ കളൊക്കെ നൈസായിട്ട് ഈ ഒരു ഓറഞ്ച് കളറുകളൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഗോൾഡൻ കളർ എന്ന് പറ്റിക്കുക. ഓക്കെ നമുക്ക് എപ്പോഴും ഗ്ലാസ് ഒക്കെ മുതൽ ടിൻ്റ് അടിക്കുക ഗൈസ്. ഓക്കെ ഹോൺ ഏത് ഹോൺ വെക്കുക, എയർ ഹോൺ തന്നെ വെക്കുക ഗൈസ്. ഓക്കെ നമ്മളെന്തായാലും ആ ഒരു ഹോൺ വെച്ചിട്ടുണ്ട്. ഓക്കെ വീലുകളൊക്കെ നമുക്ക് എന്തായാലും ഏത് വീല് വയ്ക്കാം, നമുക്ക് ഇതേപോലത്തെ വീല് വയ്ക്കാമല്ലേ, ഇതാണ് നൈസ് വീലെന്ന് വെച്ചാൽ. ഓക്കെ വീലിൻ്റെ കളറ് നമുക്ക് ഏത് കളർ വയ്ക്കാം, വീലിൻ്റെ കളറ് നമുക്ക് എന്തായാലും ബ്ലാക്ക് തന്നെ കിടക്കട്ടെ ഗൈസ്. ഓക്കെ ഇനിയിപ്പോൾ സസ്പെൻഷനുകളൊക്കെ ഫുള്ള് പൊക്കാം ഗൈസ്. ഓക്കെ സസ്പെൻഷൻ ഫുള്ള് പൊക്കി. ഇനിയിപ്പോൾ നമ്മുടെ ഏതാണ് ടയറിൻ്റെ സൈസ് കൂടെ മൊത്തത്തിലങ്ങ് കൂട്ടാം ഗൈസ്. ഓക്കെ ഇപ്പോൾ വണ്ടിയുടെ ലുക്ക് മൊത്തത്തിൽ എന്തായാലും മാറിയിട്ട് എന്തായാലും ഉണ്ട് കേട്ടാ. പക്ഷേ എൻ്റെ പൊന്നെ ഇതെന്തോന്നുണ്ട് ചക്ക വണ്ടി പോലെ ആയിട്ടുണ്ട് എന്തായാലും ഉണ്ട് കേട്ടോ നമ്മുടെ വണ്ടി. ഓക്കെ വീലടിച്ച്. ഓക്കെ സ്റ്റിക്കർ വേണ്ട, നമുക്ക് എന്തായാലും ബ്രേക്ക് കുറച്ചുകൂടെ മാറ്റാം ഗൈസ്. ഓക്കെ നമുക്ക് എന്തായാലും റേസിംഗ് ബ്രേക്ക് വയ്ക്കാം. ഓക്കെ ബ്രേക്ക് വെച്ചിട്ടാണ് ഇനിയിപ്പോൾ നൈട്രോ ഇൻസ്റ്റാൾ ചെയ്യാം ഗൈസ്. ഓക്കെ ടയർ സ്മോക്ക് നമുക്ക് ഗോൾഡൻ തന്നെ കൊടുക്കാം ഗൈസ്. ഓക്കെ പക്ഷെ എൻ്റെ പൊന്നടാ ഇതിപ്പോൾ കാണാൻ നൈസായിട്ട് എന്തായാലും ഉണ്ടല്ലോ. ഓക്കെ നമ്മൾ വണ്ടിയുടെ ലുക്ക് മൊത്തത്തിൽ എന്തായാലും മാറ്റിയിട്ട് എന്തായാലും ഉണ്ട് കേട്ടാ. നമുക്ക് എന്തായാലും ജസ്റ്റ് എന്തായാലും നോക്കിയേക്കാം, വേറെ എങ്ങോട്ടെങ്കിലും മാറ്റാം ഗൈസ്. ഓക്കെ അല്ലെങ്കിൽ ഇനിയിപ്പോൾ വേറെ എങ്ങോട്ടെങ്കിലും പോകേണ്ടി വരും. ഓക്കെ അയ്യോ മതി ഇത്രയൊക്കെ ചെയ്താൽ മതി വണ്ടിയിൽ. ഓക്കെ ഇതിപ്പോൾ എല്ലാം ഫ്രീ ആയിട്ടാണ് നമുക്ക് ചെയ്തതെന്ന് വെച്ചാൽ. ഓക്കെ നമ്മുടെ ബെന്നി നമുക്ക് എല്ലാം ഫ്രീ ആയിട്ടാണ് ചെയ്തു തരണം വെച്ചാൽ. ഓക്കെ സാധാരണ വണ്ടിയൊക്കെയാണ് ഇതേപോലെ വലുതായിട്ട് വല്ലതും നോക്കുകയാണെങ്കിൽ വണ്ടിയുടെ കൺട്രോളൊക്കെ തെറ്റി മറിഞ്ഞു വീഴുന്നതാണ്. ഓക്കെ പക്ഷേ ഈ വണ്ടിക്ക് അത്യാവശ്യം കൺട്രോൾ കണക്കുണ്ട് കേട്ടാ. ഇനി ഇതുകൊണ്ട് ഞാൻ എന്താണ് ചെയ്യാൻ പോണേ നിങ്ങൾ കണ്ടോ ഇതൊക്കെ. നമ്മളിത് കൊണ്ട് നേരെ കാർ ഷോറൂമിലോട്ട് പോകാൻ പോണേ. ഓക്കെ എന്നിട്ട് ആ കാർ ഷോറൂമിലുള്ള ഒരു മാനേജറുണ്ട്. ഇതൊക്കെ ആ പൊട്ടനെ നമ്മളെന്തായാലും പറ്റിക്കാൻ പോവുകയാണ്. ഓക്കെ അയാൾക്ക് നമ്മളെന്തായാലും ഈ ഒരു വണ്ടി ഗോൾഡൻ കാർ എന്ന് പറഞ്ഞ് വിൽക്കുന്നതാണ്. എൻ്റെ മോനെ മറിയല്ലേ. ഓ ഈ വണ്ടി ഇനി വിൽക്കാനുള്ളതാണ്. ഓക്കെ ഈ വണ്ടി വിറ്റില്ലെങ്കിൽ നമുക്ക് പൈസ ഒന്നും കിട്ടൂല. ഓക്കെ നമ്മളിപ്പോൾ എന്തായാലും ഫ്രീ ആയിട്ടാണ് വണ്ടി മോഡിഫൈ ചെയ്തതെന്ന് വെച്ചാൽ. ഓക്കെ എൻ്റെ കയ്യിലുള്ള പൈസ വെച്ചൊരു ബൊലേറോ വാങ്ങിച്ചാൽ അതിപ്പോൾ കാണാമല്ലോ. ഓക്കെ നമുക്കൊരു കാര്യം വെച്ചാൽ നമുക്ക് എന്തായാലും നേരെ ഈ താറും കൊണ്ട് നേരെ എന്തായാലും ആ ഷോറൂമിലോട്ട് എന്തായാലും പോവാം. ഓക്കെ നമ്മളങ്ങനെ ഫൈനലി എന്തായാലും നമ്മുടെ ഈ കാണുന്ന കാർ ഷോറൂമിലോട്ട് വന്നിട്ടുണ്ട് കേട്ടാ. ഇതാണ് ആ ഒരു കാർ ഷോറൂം വെച്ചാൽ. ഓക്കെ ഇവിടുത്തെ മാനേജർ പിന്നെ ഒരു പൊട്ടനാണ്. ഓക്കെ നമുക്കെന്തായാലും അയാളെ എന്തായാലും ഒന്ന് പറ്റിക്കേട്ടാ. അതിനുമ്പ് നമുക്ക് ഈ വണ്ടിയുടെ സ്പെഷ്യാലിറ്റി ഒന്ന് കാണിച്ചിട്ടുണ്ട്. ഈ വണ്ടിയിൽ ഞാൻ പിന്നെ എന്തായാലും അല്ലേ ബൂസ്റ്ററുകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടാ.
അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടി നല്ല കത്തിച്ചതിൽ കയറും കേട്ടോ. അതുമാത്രമല്ല ഈ ഒരു വണ്ടിയിൽ എയർ ഹോണും കൂടെ വെച്ചിട്ടുണ്ട്. എൻ്റെ മോനെ വീഴല്ലേ, അയ്യോ വീട് കഴിയാമെങ്കിൽ ഈ വണ്ടി സെല്ല് ചെയ്യാൻ പറ്റൂലേ. ഓക്കെ ഓക്കെ, ഒരു അടിപൊളി എയർ ഹോണുകളൊക്കെ നമ്മളെന്തായാലും ഈ വണ്ടി വെച്ചിട്ടുണ്ട് കേട്ടാ. ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും ഈ ഒരു വണ്ടികളൊക്കെ ഇവിടെ പാർക്ക് ചെയ്യട്ടാ. എന്നിട്ട് നമുക്ക് എന്തായാലും നമ്മുടെ മറ്റേ ഒരു മാനേജറിനെങ്ങളൊക്കെ നമുക്ക് എന്തായാലും വിളിക്കാം കേസ്. ഓക്കെ, എന്നിട്ട് അയാൾ നമുക്ക് എന്തായാലും ഇങ്ങോട്ട് വിളിച്ചിറത്തിയിട്ട് നമുക്ക് ഈ ഒരു വണ്ടി ഗോൾഡൻ കാറാണെന്ന് പറഞ്ഞാൽ വിൽക്കാം കേസ്. ഓക്കെ, എന്നിട്ട് ആ പൈസ വെച്ച് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു പെട വണ്ടി വാങ്ങിക്കാം കേസ്. എന്നിട്ട് അതിന് വല്ല അടിപൊളി ലുക്കായിട്ട് പിന്നെ നമുക്ക് മോഡിഫൈ ചെയ്തത് എന്തൊക്കെ പേഴ്സണൽ വണ്ടിയായി എടുക്കാം കേസ്. ഓക്കെ, നമുക്ക് എന്തായാലും ആ ഒരു മാനേജറിനെ വിളിക്കാം കേസ്. എന്നിട്ട് എന്തായാലും അയാൾ പറഞ്ഞവരെന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ എന്തായാലും ആ ഒരു മാനേജറിനെങ്ങളൊക്കെ എന്തായാലും വിളിച്ചിട്ടുണ്ട് കേട്ടാ. അപ്പം ചേട്ടാ ഞാൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് വെച്ചാൽ ഈ കാണുന്ന ഗോൾഡൻ മഹീന്ദ്ര താർ റോക്സ് കൺവേർട്ടബിൾ അല്ലേ, ആ ഒരു വണ്ടികളൊക്കെ വിൽക്കാനാണ് കേട്ടാ. ഗോൾഡൻ മഹീന്ദ്ര താറാ, എൻ്റെ പൊന്നെ, എൻ്റെ മോനെ വണ്ടി കാണാൻ നൈസായിട്ട് എന്തായാലും ഉണ്ട് കേട്ടാ. ഈ വണ്ടി ഫുള്ളി ഗോൾഡ് ആണല്ലോ, ഫുള്ളി ഗോൾഡ് അടിച്ച കാറാണല്ലോ. അതുമാത്രമല്ല വലിയ ടയർ വെച്ച് വലിയ അടിപൊളി വലിയ കിടുക്കാച്ചായിട്ടുള്ള ടയറെല്ലാം വെച്ച് ഈ വണ്ടി സെറ്റാക്കി എടുത്തല്ലോ. ഈ ഷോറൂമിലുള്ള ഏത് വണ്ടിയാണെങ്കിലും നിനക്ക് വാങ്ങിക്കാം കേട്ടാ. അങ്ങനെയാണോ? ഈ ഷോറൂമിൽ ഏത് വണ്ടിയായാലും എനിക്ക് എടുക്കാമല്ലോ. എടാ ടോമിയെ, നിനക്കപ്പോൾ ഈ വണ്ടി വിൽക്കാൻ താല്പര്യമുണ്ടല്ലോ. ആടാ മാനേജറെ, ഷോറൂം മാനേജറെ, എനിക്ക് ഈ വണ്ടി വേണ്ട. ഈ വണ്ടി ഞാൻ കുറേ ദിവസമായിട്ട് ഓടിച്ചിടക്കാണ്. ഇത് പിന്നെ പ്യുവർ ഗോൾഡാണ് കേട്ടാ. ഒരു കാര്യം ചെയ്യും, നീ ഈ ഷോറൂമിലുള്ള ഏത് വണ്ടിയായാലും എടുത്തോ, ഒരു കുഴപ്പമില്ല. ഈ വണ്ടി അതിന് പകരം ഞാൻ എടുക്കണേ. മാനേജറെ. യെസ് ഗൈസ്, നമ്മളങ്ങനെ ഫൈനലി നമ്മളെന്തായാലും ആ ഒരു മാനേജർ നമ്മളെന്തായാലും പൊട്ടം കളിപ്പിച്ചാണ്. ഓക്കെ, അയാൾ വിചാരിച്ചാണ് കേസ് ഇതെന്ന് വെച്ചാൽ ഒറിജിനൽ ഗോൾഡ് ആണെന്നൊക്കെ. പക്ഷെ സത്യം പറഞ്ഞാൽ അത് ജസ്റ്റ് ഒരു ഗോൾഡ് കളർ മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്കിപ്പോൾ ഏത് കളർ വണ്ടി എടുക്കാം? ഇവിടെ ഇഷ്ടം പോലെ വണ്ടികളൊക്കെ ഉണ്ട് കേട്ടാ. നമുക്ക് എടുക്കാം. നമുക്ക് ബൈക്ക് എടുക്കണോ കാർ? എൻ്റെ മോനെ, നമ്മൾ ഇതാണ് കേസ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എടുത്തതെന്ന് വെച്ചാൽ. ഇത് പക്ഷേ പോയി കേസ്. ഓക്കെ, ഈ താറാണ് നമ്മുടെ കയ്യിൽ എന്തായാലും ഉള്ളതെന്ന് വെച്ചാൽ. ഓക്കെ, നമുക്കൊരു കാര്യം, നമുക്ക് എന്തായാലും ഇല്ലേ നമുക്ക് കാറൊന്നും വേണ്ട. നമുക്കൊരു ബൈക്ക് മേടിക്കാം. ഓക്കെ, ഏത് ബൈക്ക് ഇപ്പോൾ എടുക്കാം നോക്കട്ടെ. ഓക്കെ, നമുക്ക് ഹയാബൂസ എടുക്കാം. ഹയാബൂസ കാണാൻ നല്ല രസമുണ്ട് കേട്ടാ. ഈ ഒരു ഹയാബൂസ എടുത്തോ കുറച്ച് പരിപാടിയൊക്കെ ചെയ്യാണ്ട്. ഓക്കെ, നമ്മളങ്ങനെ ഫൈനലി നമ്മളെന്തായാലും ഈ ഒരു ഗെയിമിൽ നമ്മളെന്തായാലും ഫസ്റ്റ് ടൈം നമ്മളെന്തായാലും ഹയാബൂസകളൊക്കെ പർച്ചേസ് ചെയ്തേക്കാണ് കേട്ടാ. അപ്പം ഷോറൂം മാനേജറെ, അണ്ണാ ഞാൻ എന്തായാലും അണ്ണൻ്റെ ഈ ഒരു ഷോറൂമിൽ നിന്ന് ഒരു ഹയാബൂസകളൊക്കെ വാങ്ങിച്ചേ. അതിന് പകരം ഈ ഗോൾഡൻ താറങ്ങെടുത്തോ. ആടാ ടോമിയെ, താങ്ക്സടാ. ഓക്കെ ഗൈസ്, നമ്മുടെ ടോമിങ്ങളൊക്കെ ഫൈനലി ഗൈസ് നമ്മുടെ ഷോറൂം മാനേജറിനെ നൈസായിട്ട് പൊട്ടം കളിപ്പിച്ചേക്കാണ്. ഓക്കെ, നമുക്കപ്പോൾ നേരെ എന്തായാലും ഈ ഒരു വണ്ടിയുടെ ഡെലിവറി എടുക്കാം. ശരി മതിയെ പൊട്ടിച്ചത്. ഓക്കെ, ഇനി മുതൽ ഈ വണ്ടി എൻ്റെ സ്വന്തം. എന്തായാലും ആ ഒരു മാനേജർ ഒരു പൊട്ടം തന്നെ കേട്ടാ. അയാൾക്ക് ഇത്രയും എളുപ്പത്തിലുള്ളൊരു കാര്യം കണ്ടുപിടിക്കാൻ പറ്റൂലായിരുന്നു. ഓക്കെ, അത് പോട്ടേസ്. ഓക്കെ, ആ താർ കുറേ വർഷമായിട്ട് ഓടിച്ചിറക്കായിരുന്നു. ഓക്കെ, നമുക്കെന്തായാലും അതിന് പകരം പുതിയ ബൈക്ക് കിട്ടിയല്ലോ. ഓക്കെ, നമുക്കപ്പോൾ ഇതും കൊണ്ട് നേരെ ബെന്നിയുടെ ഗ്യാരേജിലോട്ട് ഇടാം. എന്നിട്ട് ഈ വണ്ടി കട്ടയ്ക്ക് മോഡിഫൈ ചെയ്യാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മളെന്തായാലും ഏകദേശം ബെന്നിയുടെ ഗ്യാരേജിനോട്ട് എത്താറായിട്ടുണ്ട് കേട്ടാ. അതിന് മുമ്പേ ഈ ഒരു വീഡിയോ ഇതിൽ ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ നമ്മൾ ചെയ്താൽ വീഡിയോസ് നമുക്ക് എപ്പോഴും നോട്ടിഫിക്കേഷൻ എനേബിൾ ആവുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം തന്നെ എന്തായാലും ഇപ്പോഴും തന്നെ എന്തായാലും ചെയ്തെന്തായാലും വെക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും ഈ ഒരു വണ്ടി മോഡിഫൈ ചെയ്ത് വേറെ ലെവലാക്കി എടുക്കാം ഗൈസ്. ഓക്കെ, നമ്മളങ്ങനെ ഫൈനലി നമ്മുടെ ബെന്നിയുടെ ഗ്യാരേജിലോട്ട് നമ്മളെന്തായാലും നമ്മുടെ ഹയാബൂസ കയറിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എങ്ങനെയൊക്കെ മോഡിഫൈ ചെയ്യണമെന്നാണ് ആലോചിക്കണത്. ഓക്കെ, നമുക്ക് ബോഡി കളർ എന്ത് കൊടുക്കാം? ഓക്കെ, ഇപ്പോൾ റെഡാണ്. ഓക്കെ, നമുക്കൊന്നും കൂടെ ഓറഞ്ച് അടിച്ച് നമുക്ക് ഗോൾഡൻ പറഞ്ഞാൽ അയാളുടെ അടുത്ത് കൊണ്ടുപോയി പറ്റിച്ച് വിറ്റാലാ. എന്നാൽ നമുക്ക് ഇരട്ടി പൈസ ഇട്ടേ. ഓക്കെ, വേണ്ട, എനിക്ക് ഇനി മാറ്റി വിൽക്കാൻ വയ്യ. ഓക്കെ, ഒരിക്കലും എപ്പോഴെങ്കിലും അയാൾ കണ്ടുപിടിച്ചല്ലേ. ഓക്കെ, എന്നാൽ പിന്നെ പണിപ്പാളും കേസ്. ഓക്കെ, നമുക്ക് എന്ത് കളർ കൊടുക്കാം? ഒരു വെറൈറ്റി കളർ പിടിക്കാം. ഓക്കെ, പക്ഷേ എൻ്റെ പൊന്നെ ബ്ലാക്ക് നൈസായിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഈ നീല കൊള്ളാമെന്ന് തോന്നട്ടെ. ഈ ഒരു സ്കൈ ബ്ലൂ. ഓക്കെ, സ്കൈ ബ്ലൂ കാണാൻ നൈസായിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഗ്ലാസിൻ്റെ കളർ എപ്പോഴും ബ്ലാക്ക് തന്നെയാണ്. ഇതൊക്കെ ആ ഒരു മറ്റേ ഹാൻഡിൽ പോർഷൻ പറഞ്ഞാൽ അവിടെ. ഓക്കെ, നമുക്കിനി ഹോൺ ഹോൺ അടിക്കാം. ഓക്കെ, ഹോൺ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഹോൺ നോക്കാം കേട്ടോ. ഓക്കെ, നമ്മളെന്തായാലും ഒരു അടിപൊളി ഹോണുകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വീലൊക്കെ വീലും എടുക്കാം. ഈ വീല് വേണ്ട. ഓക്കെ, കുറച്ചൊരു അടിപൊളി ഒരു വീല് കണക്ക് എന്തായാലും നോക്കാം കേട്ടോ. എന്ത് വീല് കൊടുക്കാം? ഈ വീല് പോരാ. ഇതൊക്കെ കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ടുള്ള വീല് മതി. ഈ വീല് കൊള്ളാം കേട്ടോ. ഇത് കാണാൻ നൈസ് എന്തായാലും ഉണ്ട് കേട്ടോ. വീലിൻ്റെ കളർ ബ്ലൂ കൊടുത്താലാ? അപ്പോൾ ബ്ലൂ കൊടുത്താൽ എന്തോ ഒരു ഭംഗിയാണല്ലോ അല്ലേ. ഈ വണ്ടിയുടെ ഒറിജിനൽ ബോഡി കളർ കൊടുത്ത് കാണാൻ കൊള്ളാം കേട്ടോ. പക്ഷേ നമ്മളത് കൊടുക്കില്ലേ, നമ്മൾ ബ്ലാക്കേ കൊടുക്കും. ഓക്കെ, നമുക്കിനിപ്പോൾ സസ്പെൻഷൻ ഫുള്ള് കുറയ്ക്കണോ അതോ കൂട്ടണോ? കൂട്ടിയാൽ ഭയങ്കര വൃത്തിയോടായിരിക്കുമല്ലേ. നമുക്ക് ജസ്റ്റ് എന്തായാലും നോക്കിയോ കേട്ടോ. വീലിൻ്റെ സൈസ് നമുക്ക് മറ്റേ മോൺസ്റ്റർ ബൈക്കോലാക്കിയാലോ. പക്ഷെ എൻ്റെ പൊന്നെ ഇതെന്തോടെ നമ്മൾ ഇത്ര അലമ്പാക്കണ്ടായിരുന്നു കേട്ടാ. ഇത് വേണ്ട. ഇതൊക്കെ ഭയങ്കര ബോറാവും. ഇതൊക്കെ വണ്ടിയുടെ ഉള്ള ലുക്ക് കൂടെ പോകും. ഇതൊക്കെ
ഇത്രയൊന്നും വേണ്ട ഗൈസ്. ഓക്കെ നമുക്ക് സസ്പെൻഷൻ അല്ലേ, സസ്പെൻഷൻ ഫുൾ എന്തായാലും ഒന്ന് കുറയ്ക്കാം ഗൈസ്. ഓക്കെ സസ്പെൻഷൻ ഒട്ടും വേണ്ട ഗൈസ്. ഓക്കെ ഇങ്ങനെ തന്നെ ഇരിക്കണം, താഴെ ഇങ്ങനെ മുട്ടി നിൽക്കട്ടെ കേട്ടോ. വീലിൻ്റെ സൈസും കുറച്ചുകൂടെ കുറയ്ക്കണം, അതായത് മതി. ഓക്കെ വീലിൻ്റെ സൈസ് നമുക്ക് അല്പം കൂടെ എന്തായാലും കുറയ്ക്കാം ഗൈസ്. ഓക്കെ അല്ലെങ്കിൽ ഒരു അലമ്പ് ലുക്കായിരിക്കും ഗൈസ്. ഓക്കെ നമുക്ക് എന്തായാലും ഫ്രണ്ടിലത്തെ എന്തായാലും ഇത്രയും കൂടെ കുറയ്ക്കാം ഗൈസ്. ഓക്കെ അതുപോലെ നമുക്ക് എന്തായാലും ബാക്കും കുറഞ്ഞ കേട്ടോ. ഓക്കെ പക്ഷെ എൻ്റെ ഇപ്പോൾ ഞാൻ ടയർ വെച്ചപ്പോൾ എൻ്റെ ഫുൾ ലുക്ക് മൊത്തം പോയേട്ടാ, അത് വേണ്ട ഗൈസ്. ഓക്കെ പിന്നെ എപ്പോഴെങ്കിലും ഒരു വണ്ടി അതേപോലെ ചെയ്യാം ഗൈസ്. ഓക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തോ. ഓക്കെ സ്റ്റിക്കർ ഒട്ടിക്കണം, സ്റ്റിക്കർ ഫ്രണ്ടിൽ വേണമെങ്കിൽ ഒട്ടിക്കാം കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ള സ്റ്റിക്കർ ഉണ്ടാവും. എൻ്റെ മോനെ ഇവിടെ ബുള്ളിൻ്റെ സ്റ്റിക്കർ വെച്ചാൽ കേട്ടോ. ഓക്കെ നമ്മുടെ റെഡ് ബുള്ളിൻ്റെ ഓക്കെ ബുള്ള് മതി ഗൈസ്. ഓക്കെ അതാണ് നൈസ് എന്ന് വെച്ചാൽ. ഓക്കെ ഒരു സ്റ്റിക്കർ മതി. ഓക്കെ സ്റ്റിക്കർ അടിച്ചിട്ടുണ്ടെങ്കിൽ ബ്രേക്ക്. ഓക്കെ ബ്രേക്ക് നമുക്ക് എന്തായാലും സ്റ്റാൻഡേർഡ് ഒക്കെ ഗൈസ്. ഓക്കെ നൈട്രോ. ഓക്കെ നൈട്രോ ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ നൈട്രോ എപ്പോഴും വേണം ഗൈസ്. ഓക്കെ ടയർ സ്മോക്ക് എന്താ കളർ കൊടുക്കാം, പിങ്ക് കൊടുത്താൽ അയ്യേ വേണ്ട ഗൈസ്. ഓക്കെ നമുക്ക് വണ്ടിയുടെ ബോഡി കളർ തന്നെ കൊടുക്കാം ഗൈസ്. ഓക്കെ പക്ഷേ എൻ്റെ മോനെ നൈസായിട്ട് എന്തായാലും ഉണ്ട്. നമ്മളങ്ങനെ എല്ലാം പണിയും നമ്മളങ്ങനെ ഹയബൂസ സെറ്റാക്കി എടുത്തിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. എൻ്റെ മോൻ എന്താ ഒരു ലുക്കല്ലേ ഗൈസ്. ഓക്കെ ഈ ബ്ലൂ അടിച്ചെടുത്ത ഫ്രണ്ടിൽ ആ സ്റ്റിക്കർ ഒട്ടിച്ച വണ്ടിയുടെ ലുക്ക് മൊത്തം മാറിയിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. എൻ്റെ മോൻ നമ്മൾ എയർ ഹോണൊക്കെയാണ് വെച്ചിരിക്കണത് ചില വണ്ടിയിലൊക്കെ. എൻ്റെ മോനെ എൻ്റെ ദൈവമേ നമ്മളെന്തായാലും നൈസായിട്ട് എന്തായാലും നൈട്രോകളൊക്കെ ഓണാക്കിയിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ ഈ ഒരു ബൂസ്റ്ററുകളൊക്കെ ഓണാക്കിയിട്ടുണ്ട് കേട്ടോ. ബൂസ്റ്റർ ഓണാക്കിയുള്ള മെയിൻ കുഴപ്പം ചില വണ്ടിയൊക്കെ എന്തായാലും ഈസി ആയിട്ട് എന്തായാലും വീലടിക്കാൻ എന്തായാലും പറ്റും കേട്ടോ. എൻ്റെ മോനെ നമ്മുടെ ക്യാരക്ടറുകളൊക്കെ ഇവിടെ എന്തായാലും വീലടിച്ചുകൊണ്ട് എന്തായാലും നിൽക്കുകയാണ്. ഓക്കെ കുറച്ചുകൂടെ നല്ല നൈട്രോ ഫില്ലാവട്ടെ, എന്നിട്ട് നമുക്ക് എന്തായാലും കുറച്ചുകൂടെ എന്തായാലും വീലടിക്കാം കേട്ടോ. ഈ വണ്ടി എന്തായാലും നൈസായിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഇന്ന് ഭാഗ്യം കേസ് പോലീസുകാരന്മാർ രാവിലെ ഒന്നും വന്നില്ല. ഓക്കെ എന്നാൽ പിന്നെ നമ്മുടെ എല്ലാ വണ്ടിയുടെ കാര്യത്തിലും ഒരു തീരുമാനമാവുമായിരുന്നു കേട്ടോ. എൻ്റെ മോനെ വീലടിക്കാൻ വണ്ടി നൈസാണ് കേട്ടോ. നമുക്കപ്പോൾ എന്തായാലും ഈ ഒരു വണ്ടി കൊണ്ട് നേരെ വീട്ടിൽ പോകാം ഗൈസ്. ഓക്കെ ഓക്കെ ഗായ്സ്, അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ ആണ്. ഓക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഓക്കെ ഞാൻ വീണ്ടും ഒരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് കേട്ടോ. അനുമ്പായിട്ടല്ലേ നമുക്കെന്തായാലും ഈ ഒരു വണ്ടികളൊക്കെ നൈസായിട്ട് എന്തായാലും ജസ്റ്റ് എന്തായാലും ഒന്ന് ഡ്രിഫ്റ്റ് അടിച്ചെന്തായാലും നോക്കാം കേട്ടോ. എടാ ടോമിയെ നീ പുതിയ വണ്ടി എടുത്താ ആടെ ടൈഗറെ. ഓക്കെ ഗൈസ് നമ്മുടെ പട്ടിയാണ് കേട്ടോ ടൈഗർ എന്ന് വെച്ചാൽ. ഓക്കെ നമ്മൾ പുതിയ വണ്ടിയൊക്കെ എടുത്ത് ആടാ നൈസായിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഇത് മറ്റേ ഹയബൂസ അല്ലേ, ആടെ ടൈഗർ, ഇത് മറ്റേ ഹയബൂസാണ്. എൻ്റെ മോനെ ഡ്രിഫ്റ്റ് അടിക്കാൻ നൈസാണ് കേട്ടോ. എന്തായാലും നൈസ് ബൈക്കാണ് കേട്ടോ, എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടമായി. ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എന്തായാലും കമൻറ്റ് ചെയ്ത് എന്തായാലും പറ ഗൈസ്. ഓക്കെ